എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. വീരധീര സൂരൻ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ 6 മണിക്ക് എത്തിയിട്ടുണ്ട്. അതിനുള്ള ത്രില്ലിലാണ് കാണാം. പക്ഷേ ഇപ്പൊ നമ്മളൊരു സാധനം കണ്ട് തീർത്തിയുള്ളൂ കേട്ടോ. അതെ, ഏത് ബേബി ജോണിന്റെ ഒഫീഷ്യൽ ട്രെയിലർ. അത് കുറച്ച് കഴിയുമ്പോൾ വരും കേട്ടോ. അതെ, നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്യുന്നത് ഇതായിരിക്കും. യെസ്, അതിനുശേഷം ബേബി ജോൺ ഉണ്ടാവും. പിന്നെ ടീസറിൽ ഞാൻ അത്ര വലിയ സംതൃപ്തനല്ല. ഞാൻ കണ്ടിട്ടില്ല ടീസർ എന്താണെന്നൊന്നും. ഞാനും കരുതി നീ. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച ഒരു ലെങ്ത് ഉണ്ടായിരുന്നു. ലെങ്ത് ഇല്ല. ഇത് 1:48 ഉള്ളൂ. 1 മിനിറ്റും 48 സെക്കൻഡും. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം 3.5 മിനിറ്റിന്റെ അനൗൺസ്മെന്റ് വീഡിയോ കണ്ട നമുക്ക് ഈ 1.5 മിനിറ്റിന്റെ ടീസർ ഇട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ശരി, ആൾറെഡി ആള് തള്ളിയിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് പിന്നെ സിനിമ കാണിച്ചാൽ പോരെ. അതെ, എന്തായാലും ആ ഒരു പ്രതീക്ഷ തെച്ചുടച്ചുകൊണ്ടാണ് ടീസർ വന്നിരിക്കുന്നത്. നമുക്കെന്തായാലും സന്തോഷിക്കാനുള്ള വക ടീസറിൽ ഉണ്ടാവും എന്നുള്ളത് നോക്കാം. അത് നോക്കാം. ഇതെന്തായാലും ഒരു ഒറ്റ രാത്രിയിൽ മാത്രം നടക്കുന്ന കഥയാണ്. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. പിന്നെ വിക്രം തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്ന സിനിമയാണ്. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഈ നിരാശ കണ്ടിട്ട് ട്രെയിലർ ഒരു 5 മിനിറ്റ് തരും. അപ്പം വീണ്ടും നിരാശ. അന്നൊരു നിരാശ ഉണ്ടാവും. ഓക്കെ, അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. SU അരുൺകുമാറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നമ്മുടെ ചിറ്റ സിനിമയുടെ സംവിധായകൻ. അതൊരു സ്പെഷ്യാലിറ്റിയാണേ. പിന്നെ നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂട്, മലയാളത്തിൽ നിന്ന് സുരാജ് വെഞ്ഞാറമ്മൂട് ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അതായത് സുരാജിന്റെ ആദ്യത്തെ തമിഴ് മൂവിയാണ്. പിന്നെ SJ സൂര്യ വില്ലനാണെന്ന് പറഞ്ഞൂടാ. അതിലും വലുത് എന്ത് വേണം? അതിനപ്പുറത്തേക്ക് എന്ത്? അതാണ്. എന്താണെങ്കിലും ഓക്കെ, ടീസർ കാണാം. GVP ആണ് മ്യൂസിക് കേട്ടോ. GVP കടാ ദുഷര വിജയൻ നായിക. മാലാ പാർവതി. നാടൻ ബോംബ് അണ്ണാകിലിട്ട് പൊട്ടിച്ചിട്ട് പോകുന്നത് ഒരു പാർട്ട് 2 ആണ്. ജനുവരി റിലീസ് അറിയാലോ. അതൊന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും സുരാജിന് അപമാദിക്കാനുള്ള ക്യാരക്ടർ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല കിടില റോളാട്ടോ. അത് തകർക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗെറ്റപ്പ് സൂപ്പറായിട്ടുണ്ട്. അതെ, അത് ഒരു മറ്റേ അത്യാവശ്യം ഗുണ്ടായിസൊക്കെ ഉള്ള ഒരാളെ പോലെ ആ ഒരു സെറ്റപ്പിൽ തന്നെ എത്തിയിട്ടുണ്ട്. വില്ലനാണല്ലേ? വില്ലൻ തന്നെയാണെന്ന് തോന്നുന്നു. അതോ ഇനി ശരിക്കും 3 ടീം. ഇവർ രണ്ടുപേരും ഒന്നാണോന്നും പറയാൻ പറ്റൂല. SJ സൂര്യയും അല്ല, വിക്രം ഇയാള് എനിക്ക് തോന്നുന്നു വിക്രം കുറച്ചൊന്ന് ഒതുങ്ങി മാറി നിൽക്കുന്ന ടീമാണെന്ന് തോന്നുന്നു. അതായത് ഗുണ്ടായിസത്തിൽ നിന്നൊക്കെ വിട്ടിട്ട് മകളും ആ ഒരു കടയൊക്കെ ഇട്ടിട്ട് അതിൽ ഒതുങ്ങി കൂടി നിൽക്കുന്ന ഒരാളായിട്ടാണ് തോന്നുന്നത്. അതിന്റെ ഒപ്പമുള്ള ആളായിരിക്കും ചിലപ്പോ ആളെ സുരാജിന്റെ കീഴിലായിരുന്നിരിക്കാം. അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു വൈബാണെന്ന് തോന്നുന്നു. ചിലപ്പം നേരെ തിരിച്ചായിരിക്കും സുരാജും മറ്റേ SJ സൂര്യ. എനിക്ക് തോന്നുന്നത് അറിയോ, അതായത് ഇതൊരൊറ്റ രാത്രിയുടെ കഥയാണ്. അതിന് നമുക്കൊരിക്കലും ഇവർ ആര് എന്ത് എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഇവരുടെ പവർ കാണിക്കുക എന്നുള്ളത് തന്നെ. ഇപ്പോൾ ഒരു ടീം എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് SJ സൂര്യ അതിലേക്ക് വരുന്ന ഒരു പോലീസുകാരൻ, നടക്കുന്ന ഇഷ്യൂ മെയിൻ കാരണമാവുന്ന ആൾ അത് നമ്മുടെ സുരാജിൻ്റെ ടീം. അതൊരു വലിയ ഗ്യാങ്സ്റ്റർ ടീം തന്നെയായിരിക്കും. അതിൽ ഇൻവോൾവ് ആവുന്ന ആര്? നമ്മുടെ വിക്രം. ഓക്കെ, SJ സൂര്യ അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു പോലീസുകാരൻ. പക്ഷേ മെയിനായിട്ട് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ലിങ്ക് ഉണ്ടാവാം.
എന്തായാലും ഒരൊറ്റ രാത്രിയിൽ നടക്കുന്ന കഥയാണിത്. അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെക്കൻഡ് പാർട്ടായിട്ടല്ലേ വരുന്നത്. യെസ്, അതെ. അപ്പൊ അതെന്താണെങ്കിലും ഇതിന്റെ ചെറുതായിട്ടെങ്കിലും ഇതിന്റെ ബാക്ക് സ്റ്റോറി എന്തായാലും പറഞ്ഞിട്ട് പോകേണ്ടി വരൂലേ. പക്ഷേ അതൊരു പ്രശ്നമല്ല. അല്ലെങ്കിൽ അല്ല, എസ് അരുൺകുമാർ ചെയ്ത ഏതോ ഒരു സിനിമയല്ലേ ഇതിന്റെ ഫസ്റ്റ് പാർട്ട്? ഏത് സിനിമ? അതായത് ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഇനി വരാനുണ്ടോ? അല്ലല്ലോ. ഉണ്ടല്ലോ. ഉണ്ടോ? അതിന് ശേഷം റിലീസ് ചെയ്യും എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണോ? അല്ലേ, ഞാനിത് അല്ലാതെ കേട്ടിരുന്നത് വേറെ സിനിമ ആള് ചെയ്തിട്ടുണ്ട്, ചിറ്റ സിനിമയുടെ മുൻപ്. അതാണ് ഇതിന്റെ ഫസ്റ്റ് പാർട്ട്. അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അത് ഇനി ഈ സിനിമയല്ലേ? അതിതാണോ? അല്ലല്ലോ, കൺഫ്യൂഷൻ ആയല്ലോ. അതായത് ഈ സിനിമയുടെ അനൗൺസ്മെന്റ് വന്ന സമയത്ത് തന്നെ ഇതിന്റെ പാർട്ട് 2 റിലീസ് ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 പിന്നീട് ചെയ്യും എന്നുള്ളതാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇതില് അനൗൺസ്മെന്റ് ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുള്ള സാധനം അത് തന്നെയല്ലേ? അതായത് റൂമറായി വന്നത്. അത് അങ്ങനെ തന്നെ വന്നിട്ടുള്ളത്. എന്തായാലും അതിനെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ല. എന്തായാലും അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒരു കമന്റ് ഇടണേ. നാളെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു തരാം. അതിന് സെർച്ച് ചെയ്താലും കിട്ടില്ല. അതാണ് പിന്നെ പോയതാ. അതൊരു സത്യമാണ്. അങ്ങനെ നോക്കാൻ എന്തായാലും അറിയാവുന്നവരുണ്ടാവും. എന്താണ് അതെ, അറിയാവുന്നവരെന്തായാലും അതൊരു പറയട്ടെ, അത് ഉറപ്പാ. എന്താണെങ്കിലും സംഭവം കിട്ടുന്ന സാധനമാണ്. അതെ, ഒരു നൈറ്റ് തന്നെയാണ്. ആ നൈറ്റിൽ നടക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത്. ഒരു പോലീസ് സ്റ്റേഷൻ തൊട്ടപ്പുറത്ത് ഒരു പൂരം ഉത്സവം പോലത്തെ എന്തോ ഒരു സംഭവം നടക്കുന്നു. ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വീഡിയോയിൽ ഇത് വ്യക്തമായിരുന്നു കേട്ടോ. സംഭവം സ്റ്റേഷനിൽ കയറിയിട്ട് പണിയെടുക്കുന്നൊരു സീനായിരുന്നു അത്. സത്യം. വളരെ സൈലൻ്റായി തുടങ്ങി ഒരു ഭീകരമായ ഒരു സീനിലേക്ക് അത് മാറിയ ഒരു വീഡിയോ. അത് ഭയങ്കര രസമായിരുന്നു സംഭവം. അതിന്റെ തുടക്കം കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് എന്ത് തേങ്ങയാണെന്ന് കരുതി. ഇങ്ങനെ പക്ഷേ ഒരു 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പം ഒരു സാധനം കൊണ്ട് കയറിയിട്ട് പിന്നെ പോലീസുകാരെ ഞെട്ടിക്കണ സാധനം. അതും ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോലീസ് പിന്നെ SJ സൂര്യ പോലീസാണല്ലോ, പോലീസ് ടീം മൊത്തം ഇവർക്കെതിരെ തന്നെ. അത് നമ്മുടെ വിക്രം ചെയ്യുന്ന കഥാപാത്രത്തിനെതിരെ തന്നെയാണ്, അത് സംശയമല്ല. എന്താണെങ്കിൽ നായികാരായിരുന്ന പേരും ദുഷ്രാവിച്ച് ആളിപ്പോ കത്തിക്കയറി വരില്ലേ. സത്യം, അത്യാവശ്യം നല്ല നടിയാണ്. എന്താണെങ്കിലും ഗംഭീര ടീസറായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ജനുവരിയിലാണ് സിനിമ റിലീസിനെത്തുന്നത്. ജനുവരി 24 23 മൊത്തം കൺഫ്യൂഷൻ അല്ലേ ഇതില്? അതുമല്ല, അത് കൺഫ്യൂഷൻ ആണ്. എങ്ങനെ ഉണ്ടാകാതിരിക്കും? എത്ര റിലീസ് ഡേറ്റ് ഓർത്തിരിക്കണം? 1-2 ഓർത്തിരുന്നാൽ പോലല്ലോ. ജനുവരിയിൽ എത്ര വരാനിരിക്കുന്നത്? ഡിസംബറിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ ജനുവരിയിലും. എന്തായാലും കിഡിലൻ മേക്കിങ്, അടിപൊളി നൈറ്റാണ് ഫുള്ള്. പിന്നെ വിക്രം ഈ ടൈപ്പ് രീതിയിലൊരു സിനിമ ചെയ്യണമെന്ന് നമ്മളിങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുകയായിരുന്നു. ഫുൾ ആൾ ചെയ്യുമ്പോൾ ആളെന്തെങ്കിലും ഒരു മറ്റൊരു ക്യാരക്ടർ ആയി മാറുന്നതോ, അതായത് പ്രച്ഛന്നവേഷം പരിപാടി കുറേ പിടിക്കും. വേറെ വേഷങ്ങളിൽ ഇങ്ങനെ മാറി വരിക എന്നുള്ളതിന് ഭയങ്കര പ്രാധാന്യം ആൾക്ക് എപ്പോഴും കൊടുക്കുക. പക്ഷെ അതല്ലാതെ സാധാരണ ഒരൊറ്റ ലുക്കിൽ ഒരു സാധാരണക്കാരനായിട്ട് എന്നാൽ ഒരു ടെററായിട്ട് അത് വിക്രം പൊളിക്കും. അതല്ലാണ്ട് ആള് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ലക്ഷറി വില്ലനായിരിക്കും. കുറച്ച് വൻ ഗാങ്സ്റ്റർ ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. നാടൻ പരിപാടിയിലേക്ക് കുറെ കാലമായി വന്നിട്ട്. ഇതിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിലുണ്ടായിരുന്നു ഒരു ടീം ഇങ്ങനെ കാത്തു നിൽക്കുന്നു, ആളടുത്തേക്ക് വരുന്നു. അപ്പോഴേക്കും കുറേ ഈ നാടൻ സംഭവങ്ങൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ വസ്തുക്കൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഇതങ്ങ് നാടൻ തോക്കാക്കി അസംബിൾ ചെയ്തിട്ട് ഒരു പൊട്ടിക്കലുണ്ട്. അത് ടീസർ അല്ലായിരുന്നോ? ഇതാണ് ടീസർ. അത് വേറൊരു വീഡിയോ, അത് വേറെന്തൊരു വീഡിയോ ആയിരുന്നു. എന്തായാലും അത് ഗംഭീരമായിരുന്നു. അതിന്റെ മേക്കിംഗ് അരിയുടെ ഉള്ളിൽ നിന്ന് ഓരോ പാർട്സുകൾ കടയിലെ ഓരോ സാധനത്തിന്റെ ഉള്ളിൽ നിന്ന് എടുക്കും. എന്നിട്ട് സിമ്പിൾ ആയിട്ട് ഒരെണ്ണം പൊട്ടിച്ചു കൊടുക്കും. അത് നാടൻ സാധനമാണ്. അതെ, അതായത് ആളിനെ ഉണ്ടാക്കിയത് തോന്നുന്നു. അതിന്റെ ആ സാധനം കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അതിന്റെ പോസ്റ്റർ, ആ ഒരു സാധനമാണ് ഇവർ ഇതിന്റെ പോസ്റ്റർ ടീസറിന്റെ അനൗൺസ്മെന്റ് പോസ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. അതിങ്ങനെ തോള വെച്ച് നിൽക്കുന്ന ഒരു സംഭവമാണ്. എന്താണെങ്കിലും വിക്രം ഒരു ഗംഭീര തിരിച്ചുവരവായിരിക്കും എന്നാണ് തോന്നുന്നത്. കാത്തിരിക്കാം. ആള് ആ വണ്ടി കറക്കി ഇറങ്ങുന്ന സീനില്ലേ, ആ സമയത്ത് ഇത് ഗിഫ്റ്റ് കിട്ടിയാന്ന് തോന്നൂല്ലേ? ഏതാടാ വണ്ടി? ആ വണ്ടി അതെന്താ? അത് റിബണൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അത് വല്ല ഉത്സവത്തിനും ഇട്ട വണ്ടിയായിരിക്കും, വല്ല പ്രദക്ഷിണമൊക്കെ. ഉത്സവത്തിന്റെ ഇതിനൊക്കെ ഇട്ടത് എടുത്തിട്ട് പോകുന്നതായിരിക്കും. അല്ലാണ്ട് ആ സമയത്ത് എന്ത് ഗിഫ്റ്റ്? അപ്പുറത്ത് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിലോ? ഇനി ആളുടെ ഡ്രസ്സിങ് കല്യാണ ഡ്രസ്സൊക്കെ പോലെ ആ സമയത്ത് വേറെ ഡ്രസ്സാ അല്ലേ? കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടി സെറ്റ് ചെയ്യുന്ന വണ്ടിയായിരിക്കും. എന്തോ സംഭവം ഉണ്ട്. എന്തായാലും എന്തൊക്കെയോ ഉണ്ട്. എന്തോ ഒരു സംഭവമല്ല, ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും. എന്തായാലും കാത്തിരിക്കാം. ഞങ്ങൾ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ. GVP പൊളിച്ചിട്ടുണ്ടല്ലോ സാധനം.
ഗംഭീരമാക്കിയിട്ടുണ്ട്.